നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് റാഷണൽ കോഎഫിഷ്യൻസ് ഉള്ള ആൾജിബ്ര ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പം അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു റാഷണൽ കോഎഫിഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻസ് ആണ് കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. പക്ഷേ റാഷണൽ കോഎഫിഷ്യൻസ് നമുക്ക് ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ആക്കി മാറ്റാം. നമ്മൾ നോർമലി കാണുന്നത് 2x³ + 3x² + 5x ആ ടൈപ്പാണ്. അതായത് റാഷണൽ കോഎഫിഷ്യൻസ് വന്നാലും അതിന് ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ആക്കാൻ ജസ്റ്റ് ഒരു സ്യൂട്ടബിൾ ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റൂട്ട്സ് കണ്ടാലും മതി. റാഷണൽ നമ്പേഴ്സ് വെച്ചിട്ട് ഡീൽ ചെയ്യാൻ അത്ര സുഖമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അതറിയാം നിങ്ങൾക്ക്, എന്നാലും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. ഞാൻ ജസ്റ്റ് എല്ലാ റാഷണൽ കോഎഫിഷ്യൻസ് ആയി കൊടുത്തിട്ടുണ്ട്. 2/3x³, 4/5x², 1/2x. ഇങ്ങനെ ഇത് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏത് ഇൻറ്റിജർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാം ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ആയി മാറണം, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ 30 ആണ് ചൂസ് ചെയ്തത്. കാരണം ഒന്നുമല്ല, ഇതിൻ്റെ LCM ആണ് 3, 5, 2. ഇവിടെ വേണമെങ്കിൽ 1 എന്ന് കൊടുക്കാം. എല്ലാ ഡിനോമിനേറ്റേഴ്സും എടുത്തിട്ട് അതിൻ്റെ LCM എടുത്താൽ മതി. അതായിരിക്കും ഏറ്റവും ലീസ്റ്റ് നമ്പർ. എപ്പോഴും ലീസ്റ്റ് നമ്പർ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ 30 ആണ് ഇതിൻ്റെ LCM എന്നുള്ളതുകൊണ്ട് ഞാൻ 30 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 30 ഇവിടെ എല്ലായിടത്തും കൊടുക്കേണ്ടി വരും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 × 2/3x³ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 20x³ + 24x² - 15x + 210 = 0. ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ഉള്ള ആൾജിബ്ര ഇക്വേഷൻ കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കുക. റാഷണൽ കോഎഫിഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ആക്കി മാറ്റാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. ഇത് ഇങ്ങനൊരു ആൾജിബ്ര ഇക്വേഷൻസിൻ്റെ ഇൻറ്റിജർ റൂട്ട്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ റാഷണൽ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ഈ സെക്ഷൻ നല്ല വൃത്തിയായിട്ട് അറിയാൻ തന്നെ വേണം. ഇതിൽ ചെറിയൊരു മേക്കപ്പ്, ചെറിയ ഒരു 1-2 സ്റ്റെപ്പ് അധികം മാത്രമേ ഉള്ളൂ റാഷണൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇൻറ്റിജർ റൂട്ട്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നല്ല തറവായ ഒരു കുട്ടി മാത്രമേ റാഷണൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നമുക്ക് ഒന്നുകൂടെ റിക്കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഈ an എന്ന ലാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഡിവൈസേഴ്സൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഡിവൈസർ. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. എന്നിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഈ റാഷണൽ കോഎഫിഷ്യൻസ് ഉള്ള ആൾജിബ്ര ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്താണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കാൻ. അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്, നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു. ഇതിൻ്റെ ഇൻ്റഗ്രൽ റൂട്ട്സ് എല്ലാം ഈ an-ൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ലിസ്റ്റ് ചെയ്ത ഡിവൈസേഴ്സ് മാത്രമേ ഇതിൻ്റെ ഇൻ്റഗ്രൽ റൂട്ട്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ എല്ലാ നമ്പറും ഇതിൽ ഇങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ചെക്ക് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളൊരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാ ഡിവൈസറും ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിൽ കുറച്ചെണ്ണം ഡിസ്കാർഡ് ചെയ്യാൻ, ചിലത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പവഴിയാണ് നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ പഠിച്ച അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിക്കുന്നത്. പോസിറ്റീവ് റൂട്ട്സിനൊരു അപ്പർ ലിമിറ്റും നെഗറ്റീവ് റൂട്ട്സിനൊരു ലോവർ ലിമിറ്റും കണ്ടുപിടിക്കുന്ന സെക്ഷൻ ഒന്നും കൂടെ എടുക്കുക അറിയാത്തവർ, എന്നിട്ട് അത് ചെയ്യുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് ഒരു 5ഉം ലോവർ ലിമിറ്റ് ഒരു -3 ആണെന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ എല്ലാ ഡിവൈസറിനും എടുക്കേണ്ട, ആ 5നും -3ക്കും ഇടയിലുള്ള ഡിവൈസേഴ്സിനെ മാത്രം റിട്ടേൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിലനിർത്തിയാൽ മതി. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം, അവരൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലിമിറ്റിൻ്റെ ഇടയിലുള്ളവരെ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടെ ചിലപ്പോൾ വലിയ 2 ലിമിറ്റുകൾ വന്നെങ്കിൽ അപ്പോൾ ഒരുപാട് നമ്പേഴ്സ് വീണ്ടും ഉണ്ടാവും. കുറച്ചും കൂടെ ഡിവൈസേഴ്സിനെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിലുള്ള വഴിയാണ് f(1) ഉം f(-1) എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന ഡിവൈസേഴ്സിൽ ഉറപ്പായിട്ടും 1ഉം -1ഉം ഉണ്ടാവും. അപ്പോൾ 1ഉം -1ഉം ഡിവൈസറാണോ അല്ല റൂട്ടാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ f(1) ഉം f(-1) എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിന് നിങ്ങൾക്ക് സിന്തറ്റിക് ഡിവിഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. എപ്പോഴും സിന്തറ്റിക് ഡിവിഷനാണ് നല്ലത്. f(1) ഉം f(-1) എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ നമ്പറിൻ്റെയും ഡിവൈസറാണ് 1ഉം -1ഉം. സോ നമുക്ക് f(1) f(-1) എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് 0 വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വിട്ടേക്ക്, കുഴപ്പമില്ല. 0 അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അതായത് 1ഉം -1ഉം റൂട്ട് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ f(1) ≠ 0 ആണ്, അല്ലെങ്കിൽ 0 കിട്ടിയില്ല എന്ന് കരുതാം.
നിങ്ങൾ കുറച്ച് ഡിവൈസേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ഒന്ന് കുറയ്ക്കുക. ആ ഒന്ന് കുറച്ച് കിട്ടുന്ന, ഇപ്പോൾ നിങ്ങളെടുത്ത ഒരു പർട്ടിക്കുലർ ഡിവൈസർ സി ആണെന്ന് കരുതുക, C-1 കണ്ടുപിടിക്കുക. C-1 ഈ F(1)ൻ്റെ ഡിവൈസർ ആണെങ്കിൽ മാത്രം അത് നിലനിർത്തിയാൽ മതി. നിങ്ങൾ കണ്ടുപിടിക്കുന്ന C-1 F(1)ൻ്റെ ഡിവൈസർ അല്ല എങ്കിൽ നിങ്ങൾക്കത് വെട്ടിക്കളയാം, അത് ചെക്ക് ചെയ്യണ്ട. അതുപോലെ F(-1) നോൺ സീറോ കിട്ടിയെന്ന് കരുതുക. ഓക്കെ, നേരത്തെ C-1 ആണെങ്കിൽ ഇനി C+1 കണ്ടുപിടിക്കുക. നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ഡിവൈസറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ C+1 F(-1) ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിനെ നിലനിർത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കാർഡ് ചെയ്യാം, ഒഴിവാക്കാം. ഇതൊരു നമ്മൾ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത തിയറത്തിൻ്റെ ബേസിലാണ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്. ഓക്കെ, ചില പ്രോബ്ലത്തിൽ യൂസ്ഫുൾ ആവും, ചില പ്രോബ്ലത്തിൽ യൂസ്ഫുൾ ആവില്ല. 2 ടൈപ്പ് പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഇനി ബാക്കി കുറച്ചും കൂടി ഡിവൈസർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ബാക്കിയുള്ളതിനെ നിങ്ങൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സിന്തറ്റിക് ഡിവിഷനാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സിന്തറ്റിക് ഡിവിഷനാണ് അവിടെ നല്ലത്. ഞാനൊരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം, റൂട്ടാണോ അല്ലേ എന്നുള്ളത് നോക്കാം. ഇനി 6ാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 3 കൊടുത്തപ്പോൾ F(3) = 0 കിട്ടിയെന്ന് കരുതാം. അതായത് തന്ന ഇക്വേഷനിൽ 3 കൊടുത്തപ്പോൾ 0 കിട്ടിയെന്ന് കരുതാം. അതായത് 3 ഒരു ഇൻ്റഗ്രൽ റൂട്ട് ആണെന്ന് കരുതാം. അത് ചിലപ്പോൾ 3 ഡബിൾ റൂട്ടാണെങ്കിലോ, അതായത് 3 വീണ്ടും അതിൻ്റെ റൂട്ടാണ്. നമ്മൾ സിമ്പിൾ റൂട്ട്, ഡബിൾ റൂട്ട്, ട്രിപ്പിൾ റൂട്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 3 ഡബിൾ റൂട്ടാണെങ്കിൽ നമുക്കത് അറിയാൻ കഴിയില്ല. അപ്പോൾ മൾട്ടിപ്ലിസിറ്റിയും കൂടെ ചെക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. ഒരു ഇൻ്റഗ്രൽ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയും കൂടെ ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. സിന്തറ്റിക് ഡിവിഷൻ അവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന അവിടെയാണ്. നിങ്ങൾ 3 സിമ്പിൾ റൂട്ടാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 വരുന്നുണ്ടോ അല്ലെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഡിവിഷൻ ചെയ്തിട്ട് ഒന്നും കൂടെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ X-3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പുതിയൊരു അത് സിന്തറ്റിക് ഡിവിഷനാണ് അതിന് എളുപ്പം. പുതിയൊരു ആൾജിബ്ര ഇക്വേഷൻ കിട്ടി, അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ സിന്തറ്റിക് ഡിവിഷനാണ് ഏറ്റവും നല്ലത്. അതാണ് ഞാനിവിടെ നോട്ടായി കൊടുത്തിട്ടുള്ളത്. 5ാമത്തെ സ്റ്റെപ്പിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റുമെന്ന് പറഞ്ഞു. സിന്തറ്റിക് ഡിവിഷനാണ് ബെറ്റർ മെത്തേഡ്. കാരണം മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. മാത്രമല്ല ഡിപ്രസ്ഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരെണ്ണം റൂട്ടാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്, ഇപ്പോൾ 3 റൂട്ടാണെങ്കിൽ X-3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറിയ പവറുള്ള അല്ലെങ്കിൽ ചെറിയ ഡിഗ്രി ഉള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. അത് വെച്ച് ചെക്ക് ചെയ്താൽ മതി അടുത്ത ഡിവൈസർ. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈസർ കഴിഞ്ഞാൽ അടുത്ത ഡിവൈസർ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡിപ്രസ്ഡ് ഇക്വേഷൻ കുറച്ചും കൂടെ സിമ്പിളറായിരിക്കും. കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള വഴിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സിന്തറ്റിക് ഡിവിഷനാണ് നല്ലത്, അത് പ്രാക്ടീസ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 1 ഓപ്ഷണലാണെന്ന് കൂടെ ഞാൻ പറയുന്നു. കാരണം ഈ എല്ലാ ഡിവൈസറും ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇപ്പോൾ 140 എന്ന് പറഞ്ഞ നമ്പർ എടുത്തിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് ആ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാൻ പോകുന്നു. അതിനൊക്കെ ഒരുപാട് ഡിവൈസേഴ്സ് ഉണ്ട്. അതൊന്നും വേണമെന്നില്ല. നമ്മൾ ആദ്യം ലിമിറ്റുകൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് വരുന്ന ഡിവൈസേഴ്സ് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഒരു 6th ഡിഗ്രി ആൾജിബ്ര ഇക്വേഷനാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ സോൾവ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇൻ്റഗ്രൽ റൂട്ട്സ് എന്നുള്ള വാക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, അല്ല ജസ്റ്റ് സോൾവ് എന്ന് മാത്രമായിട്ട് തരില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? A0 നോട്ട് ചെയ്യാം. A0 പറഞ്ഞാൽ ലാസ്റ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന നമ്പർ. അതിൻ്റെ ഡിവൈസസ് എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷണലാണെന്ന് പറഞ്ഞത്. 1 2 4 5 7 10 14 20 28 എന്ന് പറഞ്ഞിട്ട് 3 ഡിവൈസേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ നെഗറ്റീവ് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഡിവൈസേഴ്സ് ലിസ്റ്റ് ചെയ്തു ഞാൻ. സപ്പോസ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു എന്ന് കരുതാം. അത് എന്തുകൊണ്ട് ഓപ്ഷണലായി എന്നുള്ളത് 3rd സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. 5(1)(x) എഴുതുക. 5(1)(x) എഴുതുക. നമ്മൾ ഇത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം 5(1) എഴുതിയിട്ട് അത് പോസിറ്റീവ് ആവുന്നൊരു നമ്പർ കണ്ടുപിടിച്ചാൽ മതി. അത് വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്ത് തുടങ്ങാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കൂ. നിങ്ങൾ 5(1)ൽ പോസിറ്റീവ് ആക്കാൻ 0 കൊടുത്താൽ പോലും പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷനായിട്ട് 1 വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം.
പക്ഷേ 1 ഇതിൽ അവസാനിക്ക് അപ്പർ ലിമിറ്റായിട്ട് നിങ്ങൾക്ക് 6 കിട്ടുന്നത്. അപ്പോൾ 1 നോക്കണം, 2 നോക്കണം, 3 നോക്കണം, 4, 5 അങ്ങനെ 6 വരെ ചെയ്യേണ്ടി വരും. സമയം ലാഭിക്കാൻ 5 2 കൂടെ കണ്ടുപിടിച്ച് വെക്കാം. 5(1)(x)ഉം 5(2)(x)ഉം കണ്ടുപിടിക്കൽ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അത് പോയി നോക്കുക. അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊരു ഇത് ഫസ്റ്റ് ഓർഡറിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഓർഡറിലുള്ള പോളിനോമിയൽ, ഇത് സെക്കൻഡ് ഓർഡറിലുള്ള പോളിനോമിയൽ, അത് 1x² 3x - 36x പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ 36x ഇല്ല 36. അപ്പോൾ 5(1) 5(2) എഴുതുക. ഇത് രണ്ടും പോസിറ്റീവ് ആവുന്ന നമ്പർ ആലോചിക്കുക. ഇത് 5(1) പോസിറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് 1 2 0 ഒക്കെ കൊടുക്കാം. അപ്പോൾ 5(2) പോസിറ്റീവ് ആക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. 5 പറ്റും. ഓക്കെ, 5² 25 + 3 × 5 40 - 36. ഓക്കെ, പോസിറ്റീവാണ്. അപ്പോൾ C വെച്ച് C = 5 സ്റ്റാർട്ട് ചെയ്യുക. അത് പറ്റുണ്ടാവില്ല, എല്ലാം പോസിറ്റീവ് ആക്കാൻ 5 പറ്റുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 6 എടുത്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് 6 ആണെന്ന് കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി ലോവർ ലിമിറ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ -y കൊടുക്കുക. എന്നിട്ട് 5(1)ഉം 5(2) എഴുതി നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ 3 കൊടുത്താൽ മതി, അല്ലെങ്കിൽ 4 ഒക്കെ കൊടുത്താൽ മതി. 5(2) കൂടെ എഴുതി കഴിഞ്ഞാൽ പണി എളുപ്പമായിരിക്കും. 4 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 6 7 8 ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 5(2) കൂടെ എഴുതി കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആക്കാൻ 8 ആണ് ലീസ്റ്റ് നമ്പർ. അപ്പോൾ C = 8 സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും 8 തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അപ്പർ ലിമിറ്റ് അവിടെ കിട്ടും. അതിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -8 ആണ് ലോവർ ലിമിറ്റ് എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കലാണ് ഇതിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ്. അത് നിങ്ങൾ സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഫാസ്റ്റ് ആക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഏതൊക്കെ ഡിവൈസേഴ്സ്, ഇത് 3 ഡിവൈസേഴ്സ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയം എടുക്കാനാണ്. 6th ഡിഗ്രിയാണ്. അതിൽ ഏതൊക്കെ നിലനിർത്തണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ലിമിറ്റുകൾ 6ഉം -8ഉം ആണ്. അതിനിടയിലുള്ളത് മാത്രം മതി. അതായത് 6ൻ്റെ മുകളിലേക്കുള്ളത് ഇതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 6ൻ്റെ മുകളിലേക്കുള്ളതൊന്നും വേണ്ട. -8ൻ്റെ മുകളിലേക്കുള്ള താഴത്തേക്കുള്ളതും വേണ്ട. അപ്പോൾ ഇതൊന്നും വേണ്ട. അപ്പോൾ ഇവരെ മാത്രം മതി. 1 2 4 5 പോസിറ്റീവ് സൈഡിലേക്കും, -1 -2 -4 -5 -7 നെഗറ്റീവ് സൈഡിലേക്കും. ഈ ഡിവൈസസ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ അതിൽ ഡബിൾ റൂട്ട് ഉണ്ടോ നോക്കാനൊക്കെ നിങ്ങൾ സിന്തറ്റിക് ഡിവിഷനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല, പെട്ടെന്ന് തെറ്റാനും മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്ന് നോക്കുക. f(1) f(-1) എന്തായാലും നിങ്ങൾ 1 -1 ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് f(1) f(-1) ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ അത് എന്തായാലും ആദ്യം ചെയ്ത് വയ്ക്കും. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. സിന്തറ്റിക് ഡിവിഷനാണ് വീണ്ടും നല്ലത്. കാരണം അഥവാ ഇത് =0 കിട്ടിക്കഴിഞ്ഞാൽ അത് റൂട്ടാണെന്നാണ് മീനിങ്. മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യാൻ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, എന്തായാലും എനിക്ക് f(1) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കേട്ടോ, തന്ന ഇക്വേഷനകത്ത് f(1) ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 288 ആണ്. അപ്പോൾ അത് നോൺ 0 ആണ്. ഞാൻ f(-1) കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ചെയ്യാണ് നല്ല. f(-1) കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 108 ആണ്. അത് നോൺ 0 ആണ്. ഇനി നമ്മൾ ഇപ്പോൾ കയ്യിലുള്ള ഡിവൈസസൊക്കെ ഞാനിത് ടേബിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നിർബന്ധമില്ല. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാവേണ്ടതിൽ ഏതെങ്കിലും ഒന്ന് ഇതൊന്ന് 1 കുറച്ചത്, ഏതെങ്കിലും 1 കുറയ്ക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് 1 കുറയ്ക്കുമ്പോൾ ഡിവൈസർ അല്ലാതെ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടേബിളായിട്ട് വരച്ചത്. സികളൊക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡിവൈസേഴ്സൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തു. ഇനി C-1കളൊക്കെ ലിസ്റ്റ് ചെയ്യുകയാണ്, C+1 ലിസ്റ്റ് ചെയ്യുകയാണ്. C-1 എന്ന് പറഞ്ഞ കോളം നമുക്ക് നോക്കാം. ഇതിനൊക്കെ 1 കുറച്ചിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. -4 -1 -2 -1 2 -1 ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ C-1 ഏതെങ്കിലും 288ൻ്റെ ഡിവൈസർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. -8 ഡിവൈസർ ആവും. കാൽക്കുലേറ്റർ അല്ലേ കയ്യിലിരിക്കുന്നത്, ചെക്ക് ചെയ്യാം. -6ഉം ഡിവൈസർ ആവും. ഒരിക്കലും 5 ഡിവൈസർ ആവില്ല. അപ്പോഴും ഉറപ്പിക്കാം. -4 കട്ട് ചെയ്ത് കളയാം. നമ്മുടെ പണി എളുപ്പമാക്കാനാണ്. -3 ഡിവൈസർ ആവും. 1 ഡിവൈസർ ആവും. 3ഉം 4ഉം ഒക്കെ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ ഒരാളെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റി. ഇനി C+1 കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇതിനൊക്കെ 1 ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് -7 -6 ആവും, -5 -4 ആവും. അപ്പോൾ അത് വെച്ചിട്ട് ഇതിലേതെങ്കിലും 108ൻ്റെ ഡിവൈസർ അല്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഒരു 5 കയറി വരുന്നുണ്ട്. 5 ഡിവൈസർ അല്ലല്ലോ. 5 ഡിവൈസർ അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C ഏതായിരുന്നു? 4. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. വിച്ച് മീൻസ് നമ്മളിനി -7 -5 2 -2 2 5 ഇവരെ മാത്രം ചെക്ക് ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുകൊണ്ട് കാര്യമുണ്ടായി. ചില കേസിൽ ചില ക്വസ്റ്റ്യൻസിൽ ഇത് ആരെയും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള ഡിവൈസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതെങ്ങനെ ചെക്ക് ചെയ്യും, എങ്ങനെ മൾട്ടിപ്ലിസിറ്റി നോക്കുന്നുള്ളത് നോക്കിയോ, ഓരോന്നായിട്ട് എടുത്ത് നോക്കുക തന്നെ വേണം. ആദ്യം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള 2 തന്നെ നോക്കാം. ഓക്കെ, 2 ഞാൻ സിന്തറ്റിക് ഡിവിഷനാണ് യൂസ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, 2 വെച്ച് സിന്തറ്റിക് ഡിവിഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് f(2) കിട്ടുക 0 ആണ്. അതായത് നമ്മുടെ നോർമൽ സിന്തറ്റിക് ഡിവിഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെയാണ് നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരിക. ഇതാണ് ഡിവൈസ് റൂട്ടാണോ അല്ലേന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ നമ്പറാണ്. 0 കിട്ടിക്കഴിഞ്ഞാൽ റൂട്ടല്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, റൂട്ടാണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ f(2) 0 കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ റിമൈൻഡർ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈസ് എ റൂട്ട്. അപ്പോൾ ഒരിക്കലും ഇവിടെ നിർത്തരുത്, ഡബിൾ റൂട്ടാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. അതിനുള്ള വഴി എന്താ, നമ്മൾ ഒന്നും കൂടെ ഇവിടെ വെച്ചിട്ട് മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ x-2 കൊണ്ടുള്ള ഡിവിഷനാണ് ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഒന്നും കൂടെ എഴുതി എന്നിട്ട് സിന്തറ്റിക് ഡിവിഷൻ ഒന്നും കൂടെ ചെയ്യുക. 1 ഇറക്കി എഴുതണം. ഓക്കെ, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ സിന്തറ്റിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 2 വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഇങ്ങനെയാണ്. ലാസ്റ്റ് നമ്പറാണ് നമ്മുടെ റിമൈൻഡർ എപ്പോഴും. ഇത് നോൺ സീറോ ആണ് വന്നത്. എന്താണ് കൺക്ലൂഷൻ? 2 എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ റൂട്ടാണ്. 2 ഈസ് എ സിമ്പിൾ റൂട്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം ഒരു തവണ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 വന്നു, പിന്നെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 വന്നില്ല. പിന്നെ വന്നപ്പോൾ 0 വന്നിരുന്നെങ്കിൽ ഡബിൾ റൂട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഓക്കെ, ട്രിപ്പിൾ റൂട്ടാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോൾ നോൺ സീറോ ആവുന്നോ അതുവരെ ചെയ്യണം എന്നാണ്. ഓക്കെ, ഇപ്പോൾ 2ൻ്റെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് -2 ചെക്ക് ചെയ്യാം. -2 ചെക്ക് ചെയ്യാൻ ഇതുപോലെ തന്നെ. ഓക്കെ, അവിടെയാണ് ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഓക്കെ, നമുക്കിനി ചെക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തുടക്കത്തിലെ ഇക്വേഷൻ വെച്ചിട്ട് 6 ഡിഗ്രി വെച്ചിട്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇങ്ങനെ കിട്ടിയില്ലേ 0 വന്നത്, ഇതെടുത്തിട്ടൊരു ഇക്വേഷൻ എഴുതാം. അതാണ് ഡിപ്രസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇത് സിന്തറ്റിക് ഡിവിഷൻ ചെയ്താലേ കിട്ടുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്തവർക്ക് കിട്ടില്ല. സിന്തറ്റിക് ഡിവിഷൻ ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഡിപ്രസ്ഡ് ഇക്വേഷൻ, ആ നമ്പേഴ്സ് വെച്ച് ഡിപ്രസ്ഡ് ഇക്വേഷൻ എഴുതാം. ആ കോഫിഷ്യൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. x⁵5 5x⁴ -26x³ -97x² -101x -70 = 0. ഇതെടുത്താൽ മതി. ഇത് വെച്ച് -2 ചെക്ക് ചെയ്താൽ മതി. അത്രയും നമ്പർ കുറഞ്ഞ് കിട്ടുമല്ലോ. അത് വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. -2 വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്തു. ലാസ്റ്റ് 0 കിട്ടി. വിച്ച് മീൻസ് -2 എന്തായാലും സിമ്പിൾ റൂട്ടാണ്. ഓക്കെ, അവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒന്നും കൂടെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുക, ഡബിൾ റൂട്ടാണോ നോക്കുക. അപ്പം -2 വെച്ച് ഞാൻ വീണ്ടും ചെയ്ത് നോക്കി. റിമൈൻഡർ എനിക്ക് 0 കിട്ടിയില്ല. കൺക്ലൂഷൻ ഇതാണ്, -2 ഈസ് എ സിമ്പിൾ റൂട്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 5 -5 ആണ്. 5 വെച്ച് ചെക്ക് ചെയ്യാൻ ദേ ഇത് വെച്ചിട്ട് ഫസ്റ്റ് 0 വന്നില്ലേ, അവിടെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അതാണ് എടുക്കേണ്ടത്, ഇതല്ല. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പുതിയ ഡിപ്രസ്ഡ് ഇക്വേഷൻ എഴുതാം. സെക്കൻഡ് ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്നൊക്കെ പറയാം. പുതിയ ഡിപ്രസ്ഡ് ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഡിഗ്രി എങ്ങനെ തീരുമാനിക്കുക? ഇത് 5th ഡിഗ്രിയാണ്, അതിനേക്കാളൊന്നും കുറഞ്ഞിട്ടുണ്ടാവും ഇത്. അപ്പോൾ x⁴ 1x⁴ + 3x³ -32x² -33x -35 = 0. പുതിയ ഡിപ്രസ്ഡ് ഇക്വേഷൻ. അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ x-5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 0 വന്നു. അതായത് 5ഉം റൂട്ടാണ്. ഓക്കെ, അവിടെ അതേ ഡബിൾ റൂട്ടാണോ ചെക്ക് ചെയ്യണം. എനിക്കിത് എങ്ങനെ കിട്ടിയത്? വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടിയില്ല. സോ ഡബിൾ റൂട്ടല്ല, 5 സിമ്പിൾ റൂട്ട് തന്നെയാണ്. 5 സിമ്പിൾ റൂട്ടാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഇനി -5ൻ്റെ കേസിലേക്ക് എത്തുമ്പോൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഏതാണ്? ഡിപ്രസ്ഡ് ഇക്വേഷൻ എഴുതേണ്ടത് ദേ 1 8 8 7. കണ്ടോ, നമ്പേഴ്സിൻ്റെ കോഫിഷ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ 3rd ഡിഗ്രി ആയിരിക്കും. എഴുതാനും എളുപ്പമാണ്. അത് വെച്ച് എഴുതി കഴിഞ്ഞാൽ പുതിയ ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x³ + 8x² + 8x + 7 = 0 ആണ്. ഇനി അല്ല, അങ്ങനെ തന്നെ ചെയ്യാം. സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഒരു വഴിയുണ്ട്. എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത് -5 ഇതിൻ്റെ റൂട്ടാണോ എന്നാണ്. നമ്മൾ ആദ്യം ചെയ്തത് എന്താ, ഈ A0ൻ്റെ ഡിവൈസർ ആവണ്ടേ നമ്മൾ ചെക്ക് ചെയ്യുന്ന നമ്പർ അല്ലേ? എന്നാലല്ലേ അതിൻ്റെ റൂട്ട് ആവുള്ളൂ. അതല്ലേ നമ്മളെ മെയിൻ തിയറം. ഈ ഫൈനലായിട്ടുള്ള കോൺസ്റ്റൻറ്റിൻ്റെ ഡിവൈസർ മാത്രമേ ഇതിൻ്റെ ഇൻറ്റഗ്രൽ റൂട്ട് ആവുള്ളൂ എന്നല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. 7ൻ്റെ ഡിവൈസർ ആണോ -5? അവിടെ തന്നെ കൺക്ലൂഡ് ചെയ്തോളെ. നേരത്തെ ചെയ്തൊക്കെ ഡിവൈസർ ആയിരുന്നു, അതാണ് ഞാനവിടെ മെൻഷൻ ചെയ്യാതെ പോയത്. അപ്പോൾ 7ൻ്റെ ഡിവൈസർ അല്ലല്ലോ -5.
നമുക്ക് എന്ത് എഴുതാം? -5 ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് 7, സോ -5 ഈസ് നോട്ട് എ റൂട്ട്. അവിടെ കൺക്ലൂഡ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്തോ, 2 വരി എഴുതണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ എഴുതണം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനും വഴിയുണ്ട്, തെറ്റല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓപ്ഷനുണ്ട്, സമയം ലാഭിക്കാം. ഇവിടുന്ന് പെട്ടെന്ന് എഴുതി പോവാം. ഓക്കെ, ലെങ്തി ആണെന്നൊക്കെ തോന്നുന്നവർക്ക് പെട്ടെന്ന് എഴുതി പോവാം. അപ്പോൾ -5 റൂട്ടല്ല, എനിക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. സിന്തറ്റിക് ഡിവിഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത -7 കൂടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. -7 ഈ 7ൻ്റെ ഡിവൈസറാണ്. അപ്പോൾ ഇത് ഈ ആർഗ്യുമെൻറ്റ് ഇവിടെ പറ്റില്ല. അപ്പോൾ -7 വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ വെച്ച് ചെയ്തു, എനിക്ക് 0 കിട്ടി. ഓക്കെ, അതായത് -1 എന്തായാലും -7 എന്തായാലും സിമ്പിൾ റൂട്ടാണ്, മനസ്സിലായി. ഇനി ഞാൻ വീണ്ടും ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ നോക്കി നോക്കുക, വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഇവിടെ 1 1 1 ആണ് അല്ലേ? അതായത് അടുത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് വരെ ഈ 1 എന്ന നമ്പർ, അടുത്ത ഡിപ്രസ്ഡ് ഇക്വേഷൻ്റെ കോൺസ്റ്റൻ്റെ ഭാഗത്ത് 1 ആണ് നിൽക്കുക. 1ൻ്റെ ഡിവൈസർ അല്ലല്ലോ -7. അല്ലെങ്കിൽ സിന്തറ്റിക് ഡിവിഷൻ ചെയ്തോ, നോൺ സീറോ ആയിട്ടും കൺക്ലൂഡ് ചെയ്യാം. -7 എന്തായാലും ഒരു ഇൻ്റഗ്രൽ റൂട്ടാണ്, ഒരു അടുത്തൊരു സിമ്പിൾ റൂട്ടാണെന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് -7ഉം റൂട്ടാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ള ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്താ? 1 1 1. ഇത് മാത്രം വെച്ചിട്ടുള്ള എങ്ങനെ എഴുതാം? x² + x + 1 = 0. ഇതാണ് ലാസ്റ്റ് ഡിപ്രസ്ഡ് ഇക്വേഷൻ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അതിന് ക്വാഡ്രാറ്റിക് ഫോർമുല -b + or -√b² - 4ac വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 റൂട്ട്സ് കിട്ടും. -1 + i√3/2, -1 - i√3/2. നമ്മളോട് ഇൻ്റഗ്രൽ റൂട്ട്സ് മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയത് മാത്രമേ, ഇത് രണ്ടും വേണമെന്നില്ല. സോൾവ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്തിട്ട് എല്ലാ റൂട്ട്സും ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 0 കിട്ടിയത് ആർക്കൊക്കെ ആയിരുന്നു? 2 -2 5 -7 ഇവർക്കൊക്കെ 0 കിട്ടിയത്. ലാസ്റ്റ് കിട്ടിയ 2 കൂടെ ചേർത്തിട്ട് നമുക്ക് 6 റൂട്ട്സ് പോസിബിളാണ്. 6th ഡിഗ്രി ഇക്വേഷൻ അല്ലേ തന്നിരുന്ന ക്വസ്റ്റ്യൻ. സോ ഇതാണ് ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കണ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് അറിഞ്ഞു വയ്ക്കുക, ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനും കൂടെ തറവായി കിട്ടും, ആ ഒരു സെക്ഷനും കൂടെ. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. അപ്പോൾ അതിൽ ഞാൻ ഹിൻസ് മാത്രമേ എഴുതുന്നുള്ളൂ, ഇതുപോലെ മുഴുവനായിട്ട് സോൾവ് ചെയ്യുന്നില്ല. ഫൈനൽ ആൻസറൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇക്വേഷൻ. നിങ്ങൾക്ക് ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ തന്നെ വരും. ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ശരിക്കും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ റൂട്ട്സ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട്സ് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പ്രൊസീജിയർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? അപ്പർ ലിമിറ്റ് ലോ ഞാൻ ഡിവൈസർ ലിസ്റ്റ് ചെയ്തില്ല. ഡിവൈസർ -45ൻ്റെ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ എണ്ണം വരും. 1 3 5 9 15 ഒക്കെ വേണം, അതിൻ്റെയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഞാനത് തൽക്കാലം ചെയ്തില്ല. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആദ്യം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പർ ലിമിറ്റ് 5, ലോവർ ലിമിറ്റ് -5 ആണ് കിട്ടുക. നിങ്ങൾ സമയം എടുത്ത് ചെയ്യാതെ 5 5 ഒക്കെ എഴുതി ചെയ്യുകയാണ് നല്ലത്. ഓക്കെ, എന്തായാലും അത് നിങ്ങളുടെ ചോയ്സ്. എത്രത്തോളം സമയം ലാഭിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അതിലുള്ള പ്രാക്ടീസിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ 5 -5 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 5 -5 ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ, അല്ല 5 ആണ് തോന്നുന്നു, 5 ചെക്ക് ചെയ്യുമ്പോൾ 0 വരും തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം 5 തന്നെ റൂട്ടാണെന്നാണ്. അപ്പോൾ 5 എന്നാലും 5 നമുക്ക് അപ്പർ ലിമിറ്റായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ റിട്ടൈനിങ് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 5ൻ്റെയും -7ൻ്റെ ഇടയിലുള്ള മാത്രം എടുത്താൽ മതി. 45ൻ്റെ അല്ലെങ്കിൽ -45ൻ്റെ ഡിവൈസേഴ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 3 5 അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട, ബാക്കിലേക്ക് -1 -3 -5. ഓക്കെ, പിന്നെ സമയം ലാഭിക്കാനാണ്. നിങ്ങൾ ലോവർ ലിമിറ്റ് ചെക്ക് ചെയ്ത് പോകുമ്പോഴേ -5 c = -5 ഒക്കെ നോക്കുമ്പോൾ നോൺ സീറോ ആണ് വരിക. 5 വാല്യൂ ലാസ്റ്റ് റിമൈൻഡറിൻ്റെ അടുത്തുള്ളത് നോൺ സീറോ ആണ് വരിക. അത് തന്നെ -5 റൂട്ടല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ശരിക്കും -5 ഒന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. പോട്ടെ, നീ എഴുതിയാലും തെറ്റൊന്നുമില്ല, അവിടെയും കൺഫ്യൂഷന് ഒരു റോള് കൊടുക്കണ്ട. എന്തായാലും നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ f(1) f(-1) ചെക്ക് ചെയ്തിട്ടുള്ള ഇനിയും ഡിവൈസറിനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളായിരുന്നു. പക്ഷേ f(1) f(-1) ഒക്കെ എങ്ങനെ കിട്ടും? നിങ്ങൾ നേരത്തെ എഴുതിയ ടേബിളൊക്കെ അല്ലേ, C-1 C+1 വെച്ചിട്ടുള്ളത് ഇവിടെ വർക്കാവില്ല. അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്നും ഡിസ്കാർഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ചിലപ്പോൾ -5 പറ്റുണ്ടാവും. എന്തായാലും -1ഉം 1ഉം അല്ല, നമുക്ക് ഇവിടെ തന്നെ കിട്ടി, 0 വരാത്തതുകൊണ്ട് അതവിടെ തന്നെ പോയി. ഇനി -3ഉം 3ഉം 5ഉം അല്ലേ, -5 അല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഡിസ്കാർഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. -5 ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്, പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കൺക്ലൂഷൻ ഒരു ഡിവൈസറും ഡിസ്കാർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവരെല്ലാവരും ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. -1ഉം 1ഉം പോയി, -3 3 5 വേണമെങ്കിൽ -5നും കൂട്ടാം.
ഓക്കെ, എന്തായാലും നിങ്ങളുടെ ആൻസർ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാം. 3 വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് എ റൂട്ട് എന്ന് കിട്ടും. ഓക്കെ, -3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തവണ റൂട്ട് 0 കിട്ടും. പിന്നെയും നിങ്ങൾ അതിന് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 0 കിട്ടും. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടില്ല, വിച്ച് മീൻസ് ഡബിൾ റൂട്ടാണ്. 3 -3 2 തവണ റൂട്ടായിട്ട് വരുന്നു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവർക്കുള്ള പ്രശ്നം അവിടെ വരിക, -3 ഡബിൾ റൂട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഡബിൾ റൂട്ടായിരിക്കും. 5 സിമ്പിൾ റൂട്ടാണെന്നും കിട്ടും. ഓക്കെ, നമ്മളത് ഓൾറെഡി നിങ്ങൾക്ക് ആ 5 അപ്പർ ലിമിറ്റിന് വേണ്ടി ചെക്ക് ചെയ്യുമ്പോഴേ 5 കൊടുക്കുമ്പോൾ റിമൈൻഡറിൻ്റെ പാർട്ടിൽ 0 വരും. അവിടെ തന്നെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം 5 റൂട്ടാണെന്നുള്ളത്. സിമ്പിൾ റൂട്ടാണ് എന്തായാലും. ലാസ്റ്റ് ഫൈനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക x² + 1 = 0 എന്നാണ്. ഇതിൻ്റെ റൂട്ട്സ് കണ്ടാൽ തന്നെ അറിയാം x² = -1, i -i ആയിരിക്കും. അപ്പോൾ എന്തായാലും റൂട്ട്സ് വരിക -3 2 തവണ 5i - i, ഇത്രയും റൂട്ട്സ് വരും. ഇതാണ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒരു 2-3 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾ ട്രാക്കിലാവും. ഓർക്കുക, സിന്തറ്റിക് ഡിവിഷൻ പഠിയും, അതുപോലെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ മനസ്സിലാവും, എങ്ങനെ മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ സെക്ഷൻ ഇപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട്സ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി റാഷണൽ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ചെറിയ 2 സ്റ്റെപ്പുകൾ എക്സ്ട്രാ ചെയ്താൽ മതി. ഓക്കെ,